മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ ഇരുളടഞ്ഞ കണ്ണുമായി ജീവിക്കുന്ന അബ്ബാസ് മുസ്ലിയാർ ഒരു ദിവസം തന്റെ ഒരു സുഹൃത്ത് വരികയാണ് കാണാൻ വേണ്ടി. അബ്ബാസ് മുസ്ലിയാരുടെ അടുത്ത് വന്ന് കുറെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. അവസാനം തിരിച്ചിറങ്ങാൻ സമയത്ത് തന്റെ സുഹൃത്ത് യാത്ര പറഞ്ഞിറങ്ങാൻ സമയം പറഞ്ഞു, നിനക്ക് അത്തിപ്പറ്റ ഉസ്താദിനെ ഒന്ന് കണ്ടുകൂടായിരുന്നോ? അത്തിപ്പറ്റ ഉസ്താദിന്റെ അടുക്കലൊന്ന് പോയി ദുആ ചെയ്യിപ്പിച്ചുകൂടായിരുന്നോ? ഈ ഒരു നിർദ്ദേശം അബ്ബാസ് മുസ്ലിയാരുടെ മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കുകയാണ്. വർഷങ്ങളോളം കാഴ്ചശേഷിയില്ലാതെ ഇനി ഒരിക്കലും കാഴ്ച തിരിച്ചു കിട്ടുകയില്ലെന്ന് ബോധ്യപ്പെട്ട് അതിനനുസരിച്ച് കഴിഞ്ഞുകൂടിയ അബ്ബാസ് മുസ്ലിയാർ ആ വാക്ക് തന്റെ മനസ്സിലേക്ക് ഒരു അമൃത് പോലെ, ഒരാശ്വാസം പോലെ, ഒരു കുളിർമഴയായി കടന്നു വരുമ്പോ അബ്ബാസ് മുസ്ലിയാർ ആ സുഹൃത്തിനെയും കൂട്ടി അത്തിപ്പറ്റ ഉസ്താദിന്റെ വീട്ടിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ടവരെ, അത്തിപ്പറ്റ ഉസ്താദ് നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തുകാരനാണല്ലോ. ഇവിടത്തുകാർക്ക് അത്തിപ്പറ്റ ഉസ്താദിനെ പരിചയപ്പെടുത്തേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് ജീവിക്കുന്ന ആത്മീയ മേഖലകളിലെ നമ്മുടെ തണലാണ്, നമ്മുടെ നേതൃത്വമാണ് അത്തിപ്പറ്റ ഉസ്താദ്. അല്ലാഹു ആഫിയത്തുള്ള ആയുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീർഘകാലം നമുക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിക്കാനും അവിടുത്തെ തബറുക്ക് കരകരമാക്കാനും അല്ലാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തിപ്പറ്റ ഉസ്താദിന്റെ വീട്ടിൽ വന്നു അബ്ബാസ് മുസ്ലിയാരും സുഹൃത്തും. കുറെ സമയം കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ചികിത്സകളെ കുറിച്ചൊക്കെ അന്വേഷിച്ചു. അവസാനം അബ്ബാസ് മുസ്ലിയാർ പറഞ്ഞു, ഉസ്താദെ, കോയമ്പത്തൂരിലെ ഡോക്ടർ പറഞ്ഞത് ഇനി ചികിത്സിച്ചിട്ട് കാര്യമില്ലെന്നാണ്, ഇനി കാഴ്ചശേഷി തിരിച്ചു കിട്ടില്ല എന്നാണ്. അത്തിപ്പറ്റ ഉസ്താദ് ആ മനുഷ്യന്റെ അബ്ബാസ് മുസ്ലിയാരുടെ ഇരുളടഞ്ഞ കണ്ണൊന്ന് നിവർത്തിപ്പിടിച്ചു എന്നാണ് അദ്ദേഹം പറയാൻ. എന്റെ കണ്ണൊന്ന് നിവർത്തിപ്പിടിച്ചു. എന്നിട്ട് അത്തിപ്പറ്റ ഉസ്താദ് അവിടുത്തെ കണ്ണുകൊണ്ട് എന്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, 6 മാസം കഴിയുമ്പോ കാഴ്ച കിട്ടുമെന്ന്. ഓ, എന്തൊരു വാക്കാണത്! 6 മാസം കഴിയുമ്പോ കാഴ്ച കിട്ടും. ഡോക്ടർ പറഞ്ഞത് ഇനി ഒരിക്കലും ചികിത്സ തേടി അലയണ്ട, സമ്പത്ത് നഷ്ടപ്പെടുത്തണ്ട, ഹോസ്പിറ്റലുകളിൽ നിന്ന് ഹോസ്പിറ്റലുകളിലേക്ക് പായണ്ട, ഇനി കാഴ്ചശേഷി തിരിച്ചു കിട്ടില്ല, പ്രതീക്ഷ വേണ്ട എന്ന് പറഞ്ഞു. അല്ലേ? അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞു, 6 മാസം കഴിയുമ്പോ കാഴ്ച തിരിച്ചു കിട്ടും. അൽഹംദുലില്ലാഹ്. അബ്ബാസ് മുസ്ലിയാരുടെ മനസ്സ് തെല്ലൊന്നുമല്ല സന്തോഷിച്ചത്. 6 മാസം കഴിയുമ്പോ കാഴ്ച തിരിച്ചു കിട്ടും. എങ്ങനെയാ അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞത്? ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനു തറാ മാ ലാ യറാഹു നാദിറൂന. അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ, ഔലിയാക്കൾ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ, പടച്ച റബ്ബിന്റെ അടുക്കൽ പരിഗണനയുള്ളവരാണവർ. അവരുടെ കണ്ണുകളുടെ പ്രത്യേകത എന്താണ്? അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ കണ്ണുകളുടെ സവിശേഷത ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനു. ആരിഫീങ്ങളുടെ ഹൃദയത്തിൽ ഒരു കണ്ണുണ്ട്, ആരിഫീങ്ങളുടെ മനസ്സിനകത്ത് കണ്ണുകളുണ്ട്. മുഖത്തുള്ള കണ്ണുകൾ മാത്രമല്ല, ആരിഫിന്റെ മനസ്സിനകത്ത് കണ്ണുകളുണ്ട്. ആ കണ്ണിന്റെ പ്രത്യേകത എന്താ? തറാ മാ ലാ യറാഹു നാദിറൂന. നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാത്ത പല അനുഗ്രഹങ്ങളും പല കാര്യങ്ങളും അത്ഭുതങ്ങളും ആ മനസ്സിനകത്തെ കണ്ണുകൊണ്ട് കാണും. അങ്ങനെയുള്ള കണ്ണുകൊണ്ട് നോക്കിയിട്ട് അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞു, 6 മാസം കഴിയുമ്പോ കാഴ്ച തിരിച്ചു കിട്ടുമെന്ന്. എന്നിട്ട് പറഞ്ഞു ഒരു വാക്ക്, 6 മാസം കഴിയുമ്പോ കാഴ്ച തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ഉമ്മമാരോട്, സഹോദരിമാരോട് സഹോദരിമാരോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ പോലും മജ്‌ലിസുൻ നൂറിന്റെ സദസ്സ് നഷ്ടം വരാതിരിക്കാൻ, ഒഴിവാകാതിരിക്കാൻ ശ്രദ്ധിക്കണേ. അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞു, കാഴ്ച തിരിച്ചു കിട്ടും, ഒരു മരുന്ന് കുടിക്കണം. അബ്ബാസ് മുസ്ലിയാർ പറയാം, അങ്ങനെ തന്നെ പറഞ്ഞു, ഒരു മരുന്ന് കുടിക്കണം. എന്തായിരിക്കും റബ്ബേ ആ മരുന്ന് എന്നറിയാൻ വേണ്ടി അബ്ബാസ് മുസ്ലിയാർ ഇങ്ങനെ കാത് കൂർപ്പിച്ചിരിക്കുമ്പോ അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞ മരുന്ന് എന്താണെന്നറിയോ നിങ്ങൾ? ആ മരുന്നാണ് നമ്മൾ ഇന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്ന് കുടിക്കാൻ പോകുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കേരളത്തിൽ എന്നല്ല, മുസ്ലിം സഹോദരന്മാർ എവിടെയൊക്കെയുണ്ടോ അവിടെയെല്ലാം ആത്മീയമായ ശാന്തിക്ക് വേണ്ടി, നീറുന്ന 100,000 പ്രശ്നങ്ങൾക്ക് വേണ്ടി ആ മരുന്ന് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് മജ്‌ലിസുൻ നൂർ. ഞാൻ ചാവക്കാട് ഒരിക്കൽ മജ്‌ലിസുൻ നൂറിന്റെ വാർഷിക പ്രഭാഷണം നിർവഹിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞു, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒട്ടുമിക്ക മഹല്ലുകളിലും ഇന്ന് മജ്‌ലിസുൻ നൂർ നടന്നു വരികയാണ് എന്ന്. എന്റെ നേരെ പുറകിൽ ഇരുന്നിരുന്നത് ലണ്ടനിൽ ബിസിനസ് നടത്തിയിരുന്ന ഒരു മാന്യദേഹമാണ്. ലണ്ടനിൽ കച്ചവടം നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങളുള്ള ഒരു വലിയ മനുഷ്യൻ, സമ്പന്നനായ ഒരു മനുഷ്യൻ.
അദ്ദേഹം എന്റെ പുറത്ത് തോണ്ടിയിട്ട് പറഞ്ഞു, ഉസ്താദേ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമല്ല, ലോകത്ത് അങ്ങോളം ഇങ്ങോളം മുസ്ലിംകൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയൊക്കെ മജ്‌ലിസുൻ നൂർ നടക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ലണ്ടനിലാണ്, അവിടെയും ഞങ്ങൾ മാസത്തിലൊരിക്കൽ എല്ലാവരും ഒത്തുകൂടിയിട്ട് മജ്‌ലിസുൻ നൂർ നടത്താറുണ്ട്, അവിടെയും മജ്‌ലിസുൻ നൂർ നടക്കുന്നുണ്ട് എന്ന്. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞ മരുന്നെന്താണെന്നറിയുമോ? നിങ്ങൾ അബ്ബാസ് മുസ്ലിയാരോട് പറഞ്ഞു, മജ്‌ലിസുൻ നൂറിന്റെ സദസ്സിൽ പങ്കെടുക്കണം, മജ്‌ലിസുൻ നൂറിന്റെ സദസ്സിൽ പങ്കെടുക്കണം. ആ ഒരു നിർദ്ദേശം കിട്ടി ദുആ കഴിഞ്ഞ് തിരിച്ചു പോന്നു. പിന്നെ എവിടെ മജ്‌ലിസുൻ നൂർ ഉണ്ടെന്നറിഞ്ഞാലും ആരുടെയെങ്കിലും കൈപിടിച്ച് ആരെയെങ്കിലും കൂട്ടിയിട്ട് അബ്ബാസ് മുസ്ലിയാർ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, 6 മാസം തികയുമ്പോ അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞതുപോലെ തന്റെ കണ്ണിലേക്ക് വെളിച്ചം കടന്നു വരികയാണ്. അബ്ബാസ് മുസ്ലിയാർ ഇന്ന് പൂർണ്ണ കാഴ്ചശേഷിയുള്ള, എല്ലാം കാണാൻ കഴിയുന്ന, വളരെ ദൂരക്കാഴ്ചയുള്ള, അടുത്ത കാഴ്ചയുമുള്ള, പൂർണ്ണ കാഴ്ചശേഷിയുള്ള ഒരാളായി അദ്ദേഹം, ഈ അബ്ബാസ് മുസ്ലിയാർ മാറി. എന്തേ കാര്യമെന്നറിയുമോ? മജ്‌ലിസുൻ നൂറിന്റെ പവറാണത്. അത്തിപ്പറ്റ ഉസ്താദിന്റെ വാക്ക് അതോടൊപ്പം തന്നെ മജ്‌ലിസുൻ നൂറിന്റെ പവറാണത്. മജ്‌ലിസുൻ നൂർ മഹാന്മാരായ ബദരീങ്ങളെ തവസ്സുൽ ചെയ്തുകൊണ്ട്, അവരെ നമ്മൾ തവസ്സുൽ ചെയ്തുകൊണ്ടുള്ള സദസ്സാണ്. അതുകൊണ്ട് തന്നെ അതിന് പവറുണ്ട്, അതിന് പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ ഉൾക്കൊള്ളുകയും, ആ സദസ്സ് മഹാന്മാരുടെ പാതയാണ്, അത് മഹാന്മാരെ പിൻപറ്റുന്നതിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന ആളുകളുടെ കൂടെ നീ സഹവസിക്കുക.